100 കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരുടെ പേരായിരിക്കും? അതെ ഗൈസ്, ലാലേട്ടൻ. ലാലേട്ടനും 100 കോടി ക്ലബ്ബും. ഇപ്പോൾ നിലവിൽ ലാലേട്ടന്റെ പേരിൽ 5 100 കോടി പടങ്ങളും 3 200 കോടി പടങ്ങളും ഉണ്ട്. അതായത് എന്തുകൊണ്ടായിരിക്കാം ലാലേട്ടന്റെ പടത്തിന് പോസിറ്റീവ് വരുമ്പോൾ 100 കോടി ഈസി ആയിട്ട് ടച്ച് ചെയ്യുന്നതും ബാക്കിയുള്ള നടന്മാർക്ക് അത് കുറച്ച് ടഫായിട്ടിരിക്കുന്നതും? അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടറുകളാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലാലേട്ടന്റെ ബോക്സ് ഓഫീസ് വിജയങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യം ലാലേട്ടന്റെ സ്റ്റാർഡമാണ്. ഇന്ന് മലയാളത്തിൽ ലാലേട്ടനുള്ള അത്രയും ഒരു ഫാൻസ് പവർ, ആ ഒരു സ്റ്റാർഡം മറ്റൊരു നടനുമില്ല. അത് ഏത് ഫാൻസിന് കുരു പൊട്ടിയാലും അതാണ് സത്യം. ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ലാലേട്ടന്റെ പടം പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരത് പോയി കാണും. വമ്പൻ ക്യൂ, തള്ളും ബഹളവും. ഏതെങ്കിലും ബാങ്കിന് മുൻവശമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. പുലിമുരുകൻ കാണാൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലാണ് ഈ തിക്കിത്തിരക്ക്. മൂന്നാമത്തെ ഫാക്ടറായിട്ട് വരുന്നത് എല്ലാ തരം പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള സിനിമകളാണ്. ഞങ്ങൾ മോഹൻലാലിന്റെ പടം കണ്ടുകൊണ്ടേ ഇന്ന് പോവുകയുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ 4 വയസ്സുള്ള കൊച്ചിനെ തൊട്ട് 90 വയസ്സുള്ള അപ്പാപ്പന്മാരെ വരെ തിയേറ്ററിലേക്ക് ലാലേട്ടന്റെ പടങ്ങളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ലാലേട്ടൻ ഉണ്ടാക്കിയെടുത്തൊരു അടിത്തറയാണ്. പണ്ട് മുതലേ ചെയ്തു വെച്ച പടങ്ങളുടെ ഒരു അടിത്തറ. അത് ജനങ്ങളെങ്ങനെ അവർക്ക് കണക്റ്റായി എന്നുള്ളതിനനുസരിച്ചാണ് അവരിപ്പോഴും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ ഓടി തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 4 പതിറ്റാണ്ടുകളായി മലയാളികൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഈ തിയേറ്ററിലെ വലിയ കളക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യും. നിങ്ങളുടെ ഫേവറേറ്റ് നടൻ ആരാന്ന് കൂടി കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ. സാറിന്റെ പേര് പറഞ്ഞില്ല. അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. ഇത് ഒരേ ഒരു രാജാവ്.